പാചകവാതക പ്രതിസന്ധി വിനോദസഞ്ചാര മേഖലയെയും അനിശ്ചിതത്വത്തിലാക്കുകയാണ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഹോട്ടലുകൾ പലതും അടച്ചു. തൊഴിൽ നഷ്ടമായതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. ടൂറിസ്റ്റുകൾ വളരെയധികം വരുന്ന ഒരു സമയത്ത് ഇത്തരം ഒരു പ്രതിസന്ധി, ഇന്ധനക്ഷാമം ഈ ഹോട്ടൽ വ്യവസായത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഹോട്ടൽ വ്യവസായം. അവരുടെ തൊഴിലില്ലായ്മ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ നിലയ്ക്ക് ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു ഹോട്ടൽ ഉടമ എന്ന എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഈ ഹോട്ടലുകൾ പൂട്ടുമ്പോൾ അവിടെ വലിയ രീതിയിൽ ജോലി നഷ്ടമുണ്ടാകുന്നു. അത് പലപ്പോഴും സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഏറ്റവും അധികം ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇരുട്ടടിയായിരിക്കുകയാണ് ഈ പാചകവാതക ക്ഷാമം നിലവിൽ. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ അടക്കം ധാരാളം തൊഴിൽ നഷ്ടങ്ങളും ഉണ്ടാകുന്നു. കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇടുക്കിയുടെ ടൂറിസം മേഖലയിൽ സംസ്ഥാനത്തൊട്ടാകെയും അനുഭവപ്പെടുന്ന LPG ക്ഷാമം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പല ഹോട്ടലുകളും മൂന്നാറിനും സമീപ പ്രദേശങ്ങളായ ആനച്ചാൽ, അടിമാലി മേഖലയിലെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടിപ്പോയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നതാണ്. ഇതിൽ ജിൽസി ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളായ സാധാരണക്കാരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പല ഹോട്ടലുകളും അടച്ചുപൂട്ടുമ്പോൾ അവർ എല്ലാവരും തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതരാവുകയാണ്. അതേസമയം ഹോട്ടൽ ഉടമകൾ ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മടങ്ങിപ്പോക്കിനെ കുറിച്ച് മറ്റൊരു ആശങ്ക കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങനെ മടങ്ങിപ്പോയ അന്യസംസ്ഥാന തൊഴിലാളികൾ പിന്നീട് തിരിച്ചു വരാനും പുതിയ ആളുകളെ കണ്ടെത്താനുമുള്ള വലിയ പ്രയാസം, ഒരുപക്ഷെ LPG സിലിണ്ടർ ക്ഷാമം പരിഹരിക്കപ്പെട്ടാൽ പോലും അത് തുടരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധി ടൂറിസം മേഖല നേരിടുകയാണ്. മൂന്നാറിലേക്ക് നിരവധി ഹോട്ടലുകൾ അടച്ചിരിക്കുന്നു. സഞ്ചാരികൾ ഭക്ഷണം കഴിക്കാൻ ഉള്ള ഇടം തേടി എത്തുമ്പോൾ പല ഹോട്ടലുകളും, സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് എങ്ങനെ മറികടക്കുമെന്ന് നിലവിൽ യാതൊരു വ്യക്തതയും ഇല്ല എന്നാണ് മൂന്നാർ നിവാസികളും മൂന്നാറിലെ ഹോട്ടൽ ഉടമകളും അടക്കം പറയുന്നത്. അതേസമയം അന്യസംസ്ഥാന തൊഴിലാളികൾ ഭൂരിഭാഗം പേരും, തൊഴിൽ നഷ്ടപ്പെട്ട ഭൂരിഭാഗം പേരും മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുകയാണ്. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തൊട്ടാകെയും അനുഭവപ്പെടുന്ന LPG ക്ഷാമം ഇടുക്കി ജില്ലയുടെ ടൂറിസം മേഖലയും സാരമായി തന്നെയും ബാധിച്ചിട്ടുണ്ട് എന്ന ആശങ്കയാണ് ഇപ്പോൾ ടൂറിസം മേഖലയിൽ തന്നെയും പ്രവർത്തിക്കുന്ന വ്യാപാരികളടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ജിൽസി.